ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു അംഗീകാരമാണ്. വോഗിന്റെ ഇന്ത്യൻ മാഗസിനായ വോഗ് ഇന്ത്യ മാസികയുടെ ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി കെ ശൈലജയ്ക്കാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കാം, വോഗ് ഇന്ത്യ മാസികയുടെ ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജയാണ്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് 2020 വോഗ് ഇന്ത്യ മാസികയുടെ ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അതിവേഗ റെയിൽ പദ്ധതിയാണ്. ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട്. അതിന്റെ പേര് സിൽവർ ലൈൻ എന്നാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയുടെ പേരാണ് സിൽവർ ലൈൻ എന്നുള്ളത്. റെയിൽവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ പീയൂഷ് ഗോയലാണ്. അതുപോലെ റെയിൽവേ ബോർഡിന്റെ നിലവിലെ സിഇഒ ശ്രീ വി കെ യാദവ് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെയ്ഡിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ന്യൂസിലേക്ക് കണ്ടതാണ്. കേരളത്തിലെ KSFE സ്ഥാപനങ്ങളിൽ നടത്തിയ വിജിലൻസ് റെയ്ഡ്. അതിന്റെ പേര് ഓപ്പറേഷൻ ബജറ്റ് എന്നാണ്. അപ്പോൾ 2020 നവംബറിൽ കേരളത്തിലെ KSFE സ്ഥാപനങ്ങളിൽ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് സ്ഥാപനങ്ങളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ പേര് ഓപ്പറേഷൻ ബജറ്റ് എന്നാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് അറബ് രാഷ്ട്രമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കൽക്കരിയിൽ നിന്ന്, കോളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ അറബ് രാജ്യമാണ് UAE. അപ്പോ ഓർമ്മിക്കുക, കൽക്കരിയിൽ നിന്ന്, കോളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ അറബ് രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAEയുടെ തലസ്ഥാനം നമുക്കറിയാം അബുദാബിയാണ്. UAEയുടെ കറൻസി UAE ദിർഹമാണ്. UAEയുടെ പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് അൽ നായിമാണ്. UAEയുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. അപ്പോ 2020 നവംബറിൽ കൽക്കരിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ അറബ് രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, UAE ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബറിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനാണ് മൊഹസിൻ ഫക്രീസാദെ. അപ്പോ 2020 നവംബറിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്റെ പേര് മൊഹസിൻ ഫക്രീസാദെയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിനെ പറ്റിയാണ്. 2020 നവംബറിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിൽ നിർമ്മിക്കുന്ന ഡാമിന്റെ പേരാണ് ഷഹദൂദ് ഡാം. അപ്പോ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ഡാമിന്റെ പേര് ഷഹദൂദ് എന്നാണ്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ തന്നെയാണ്. അഫ്ഗാനിസ്ഥാന്റെ കറൻസി അഫ്ഗാനിയാണ്. അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് അഷ്റഫ് ഘാനിയാണ്. അപ്പോ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ഡാമിന്റെ പേര് ഷഹദൂദ് ഡാമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേംബ്രിഡ്ജ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്വാറന്റൈൻ എന്ന പദത്തെയാണ്. അപ്പോ കേംബ്രിഡ്ജ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്വാറന്റൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ കോളിൻസ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത ഏത് വാക്കായിരുന്നു? നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലോക്ക്ഡൌൺ ആണ്. അപ്പോ കേംബ്രിഡ്ജ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്വാറന്റൈൻ ആണ്. കോളിൻസ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോക്ക്ഡൌൺ ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് നാഷണൽ ലെവൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് IIT ഡൽഹിയിലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയിലെ സ്റ്റാർട്ടപ്പ് ആയ നാനോ സേഫ് സൊല്യൂഷൻസിനെ പറ്റിയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സീറോ ആൽക്കഹോൾ സാനിറ്റൈസർ നിർമ്മിച്ച സ്ഥാപനമാണ് നാനോ സേഫ് സൊല്യൂഷൻസ്. അപ്പോ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് സീറോ ആൽക്കഹോൾ സാനിറ്റൈസർ നിർമ്മിച്ച IIT ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT ഡൽഹിയാണ്. IIT ഡൽഹിയിലെ സ്റ്റാർട്ടപ്പ് ആയ നാനോ സേഫ് സൊല്യൂഷൻസ് ആണ് ഇങ്ങനെ ഒരു സാനിറ്റൈസർ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1-2 പുരസ്കാരങ്ങളാണ്. അതിലൊന്നാണ് നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ അവാർഡ് 2020 ലഭിച്ചിരിക്കുന്നത് തിരുപ്പതിയിലെ ശ്രീജ മഹിള മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിനാണ്. അപ്പോ നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ അവാർഡ് 2020 ലഭിച്ചിരിക്കുന്നത് ശ്രീജ മഹിള മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനിക്കാണ്. ദേശീയ ക്ഷീരദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നവംബർ മാസം 26-ാം തീയതിയാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക ക്ഷീരദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്? ജൂൺ മാസം 1-ാം തീയതിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ്. വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ WSOയുടെ ഗ്ലോബൽ സ്ട്രോക്ക് സർവീസസ് അവാർഡ്. 2020 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ലുധിയാനയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായ പ്രൊഫസർ ജയരാജ് ഡി പാണ്ഡ്യനാണ്.
ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനും ശ്രീ ജയരാജ് ഡി പാണ്ഡ്യനാണ്. അപ്പോ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ ഗ്ലോബൽ സ്ട്രോക്ക് സർവീസസ് അവാർഡ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ലുധിയാനയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായ പ്രൊഫസർ ജയരാജ് ഡി പാണ്ഡ്യനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോവ സംസ്ഥാനത്തെ പറ്റിയാണ്. യുവ എഞ്ചിനീയർമാർക്കായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എംപ്ലോയ്മെന്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ഗോവ. അപ്പോ സംസ്ഥാനത്തെ യുവ എഞ്ചിനീയർമാർക്കായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എംപ്ലോയ്മെന്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ്. ഗോവയുടെ മുഖ്യമന്ത്രി ശ്രീ പ്രമോദ് സാവന്താണ്. ഗോവയുടെ ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. മഹാരാഷ്ട്രയുടെ ഗവർണറായ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിക്കാണ് ഗോവയുടെ അധിക ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ജഗനണ്ണ തോഡു എന്നാണ്. ചെറുകിട കച്ചവടക്കാർക്കും അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാർക്കുമായിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയാണ് ജഗനണ്ണ തോഡു എന്നുള്ളത്. അപ്പൊ ഈ പദ്ധതി ഓർമ്മിച്ചു വെച്ചേക്കാം. ജഗനണ്ണ തോഡു എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ജഗനണ്ണ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണെന്നുള്ളത്. കാരണം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയുടെ പേര് YS ജഗൻമോഹൻ റെഡ്ഡി എന്നാണ്. അപ്പോ ജഗനണ്ണ തോഡു എന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുകിട കച്ചവടക്കാർക്കും അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാർക്കും സ്ട്രീറ്റ് വെൻഡേഴ്സിനും ഒക്കെ അവർക്ക് സഹായത്തിനായിട്ട് അവർക്കായിട്ട് ആരംഭിച്ച ഒരു പലിശരഹിത വായ്പാ പദ്ധതിയാണ് ജഗനണ്ണ തോഡു എന്ന പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ശ്രീ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ശ്രീ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബറിൽ രാഷ്ട്രപതി ഭവനിലെ സെറിമോണിയൽ ആർമി ഗാർഡ്സ് ഡ്യൂട്ടി ഏറ്റെടുത്ത ഇന്ത്യൻ ആർമിയുടെ സേനാ വിഭാഗമാണ് സിഖ് റെജിമെന്റ്സ് എന്നുള്ളത്. അപ്പോ രാഷ്ട്രപതി ഭവനിലെ സെറിമോണിയൽ ആർമി ഗാർഡ് ഡ്യൂട്ടി ഏറ്റെടുത്ത സേനാ വിഭാഗം സിഖ് റെജിമെന്റ് ആണ്. ഇതിനു മുന്നേ ഈ ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്ന സേനാ വിഭാഗം ഗോർഖ റൈഫിൾസ് ആയിരുന്നു. അപ്പോ ഇന്ത്യൻ ആർമിയുടെ സേനാ വിഭാഗമായ സിഖ് റെജിമെന്റ്സിനെയാണ് രാഷ്ട്രപതി ഭവനിലെ സെറിമോണിയൽ ആർമി ഗാർഡ് ഡ്യൂട്ടി ഏറ്റെടുത്ത സേനാ വിഭാഗം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗളൂരുവിലെ ബൌറിംഗ് ആൻഡ് ലേഡി കർസൺ ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ പറ്റിയാണ്. ഈ ബൌറിംഗ് ആൻഡ് ലേഡി കർസൺ ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പുതിയ പേരാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ കർണാടകയിലെ ബംഗളൂരുവിലെ ബൌറിംഗ് ആൻഡ് ലേഡി കർസൺ ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പുതിയ പേര് ശ്രീ അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിരിക്കുന്നത് മേജർ ജനറൽ രാജീവ് ചൌധരിയാണ്. അപ്പോ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ജനറൽ ആയിരുന്ന വ്യക്തി ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ് ആണ്. അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് ചീഫ് ആക്കിയ ഒഴിവിലാണ് മേജർ ജനറൽ രാജീവ് ചൌധരിയെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനമാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയിലെ ഹവേരി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മഹാദേവ മൈലർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ സ്വതന്ത്ര സമര സേനാനിയായ മഹാദേവ മൈലറിന്റെ പേരിലാണ് ഇനി മുതൽ ഹവേരി റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കർണാടകയിലെ ഹവേരി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മഹാദേവ മൈലർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. കർണാടകയിലെ ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ശ്രീ സിദ്ധാരൂഢ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ഹുബ്ബാളി എന്നാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈദരാബാദിലെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഹെട്രോ ഡ്രഗ്സിനെ പറ്റിയാണ്. റഷ്യയുടെ കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് RDIF-ഉമായിട്ട് ധാരണയിലായിരിക്കുകയാണ് ഹെട്രോ ഡ്രഗ്സ്. അപ്പോ റഷ്യയുടെ കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായിട്ട് ധാരണയിലായ ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനിയാണ് ഹൈദരാബാദിലെ ഹെട്രോ ഡ്രഗ്സ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 22,000 റൺസ് അതിവേഗം തികയ്ക്കുന്ന താരമാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം നായകനായ ശ്രീ വിരാട് കോഹ്ലി. അതുപോലെ 2020 നവംബറിൽ നടന്ന ബഹ്റിൻ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയിരിക്കുന്നത് ബ്രിട്ടീഷ് കാർ റേസറായ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ മാസം 30
ഡേ ഓഫ് റിമെമ്പറൻസ് ഓഫ് ആൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ രാസയുദ്ധങ്ങൾക്ക് ഇരയായവരെ സ്മരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ 30 നമ്മൾ ആചരിക്കുന്നത്. ഡേ ഓഫ് റിമെമ്പറൻസ് ഓഫ് ആൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. 2020 നവംബറിൽ ജമ്മു കാശ്മീരിലെ പാക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവര് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാനായിട്ട് സാധിക്കും. ആ വീഡിയോ കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രി ഭിന്നലിംഗക്കാർക്കായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ അഭയ കേന്ദ്രത്തിന്റെ പേര് എന്താണെന്നുള്ളത്. അപ്പോ കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ഭിന്നലിംഗക്കാർക്കായിട്ട് ആരംഭിക്കുന്ന അഭയ കേന്ദ്രത്തിന്റെ പേരാണ് ഗരിമ ഗ്രഹ് എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.